നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറി 24,320 കടന്നു പോയി. പക്ഷേ വെള്ളിയാഴ്ച യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഇടിയുകയാണ് ഉണ്ടായത്. മാർക്കറ്റ് തീർച്ചയായിട്ടും യുദ്ധ സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു. അത് എല്ലാ തവണയും സംഭവിക്കുന്നതാണ്. എല്ലാ രീതിയിലും അത് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ്. യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വൈകാരികമായ രീതിയിൽ തന്നെയായിരിക്കും മാർക്കറ്റ് പ്രതികരിക്കുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും പരിഗണിക്കുക. അടുത്ത ആഴ്ച എങ്ങനെയാകുമെന്ന് നമുക്ക് പറയാനാവില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മാർക്കറ്റ് എപ്പോഴും അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണം എപ്പോഴും ഉണ്ടാകുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. യുദ്ധം സാധാരണഗതിയിൽ ഫുൾ ഫ്ലഡ്ജ്ഡ് യുദ്ധമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ തന്നെയും അതുണ്ടാക്കുന്ന ഒരു നടുക്കം തീർച്ചയായിട്ടും അതിശക്തമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ആണ് നമ്മളുടെ റിലയൻസിൻ്റെ റിസൾട്ട് പുറത്തു വന്നത്. മോശമല്ലാത്ത റിസൾട്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. 6% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. 22.6 crores ലാഭം ഉണ്ടായിരിക്കുന്നത് ക്വാർട്ടർ 4. വാർഷിക റിപ്പോർട്ടും മോശമില്ലാത്ത റിസൾട്ട് വന്നു. ജിയോ ആണ് പ്രധാനമായിട്ടും. റിലയൻസ് റീറ്റെയിൽ ഇത് രണ്ടുമാണ് പ്രധാനമായും പ്രോഫിറ്റിലേക്ക് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളർച്ചയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ജിയോ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ആർപു 206 അത് അടുത്ത ക്വാർട്ടറുകളിൽ മികച്ച രീതിയിലേക്ക് മുന്നേറുമെന്നാണ് അവരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ജിയോയോ റിലയൻസ് റീറ്റെയിലൊക്കെ IPOക്ക് തയ്യാറെടുക്കുന്ന വർഷമാണ് ഇതെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതിൻ്റെ സൂചനകളൊന്നും അവർ നൽകിയിട്ടില്ല. എങ്കിൽ തന്നെയും അത് ആവശ്യമായി വരുന്ന ഒരു ഘട്ടമാണ് ഈ 2025 എന്നാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത്. റിലയൻസിൻ്റെ യഥാർത്ഥത്തിലുള്ള മൂല്യത്തിലേക്ക് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് ജിയോ തന്നെയാണ്. അവരുടെ ഓയിൽ ആൻഡ് കെമിക്കൽ ബിസിനസ് അത്ര ഒരു രീതിയിൽ മുന്നേറിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന വില കുറയുക, ക്രൂഡിൻ്റെ വില കുറയുക, അതിൻ്റെ ഒക്കെ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം അവരെ വളരെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എനിവേ, റിലയൻസിൻ്റെ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന പോലെ നല്ല റിസൾട്ടാണ്. അവർ 5.5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം ബോണസ് കൊടുത്തതിന് ശേഷമുള്ള ഡിവിഡൻഡാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോഴും റിലയൻസ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടുകളിൽ കുറേ എണ്ണം മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയെ എത്താത്തതുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും കടന്നുപോയി പലതും. മാരുതിയുടെ റിസൾട്ട് വന്നത് മാർക്കറ്റ് പ്രതീക്ഷയെ നിലനിർത്തുന്നതായിരുന്നില്ല. പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കാൻ മാരുതിക്ക് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ അല്പം ഇടിവ് മാരുതിക്ക് രേഖപ്പെടുത്തുകയുണ്ടായി റിസൾട്ടിന് ശേഷം. അപ്പോൾ ആ രീതിയിലുള്ള റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. യുദ്ധമാണ് എപ്പോഴും ഒരു കരിനിഴലായിട്ട് നിൽക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ളതാണ് അടുത്ത ആഴ്ചയിലെ പ്രത്യേകത. അപ്പോഴും നമ്മളുടെ ഫോറക്സ് റിസർവ് ഒക്കെ ഉയരുക തന്നെയാണ്. കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഫോറക്സ് റിസർവ്. 686 കോടിയിൽ എത്തിയിരിക്കുന്നു.
അപ്പോൾ ആ രീതിയിൽ അത് ഉയർന്നു നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് മുതലിലേക്ക് വിദേശ നിക്ഷേപകരുടെ പണം നന്നായി ഒഴുകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഉയർച്ചയ്ക്ക് ഒരു കാരണം. പിന്നെ ഡോളറിന് സംഭവിക്കുന്ന ചാഞ്ചാട്ടങ്ങൾ, ഗോൾഡിന് സംഭവിക്കുന്ന ചാഞ്ചാട്ടങ്ങൾ, ഉയർന്നു തന്നെ പോകുന്ന ഗോൾഡ്, ഇതെല്ലാം ഫോറക്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഉയർന്നു പോകുന്നിരിക്കുന്നത്. ഗോൾഡിൻ്റെ അസറ്റിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, മറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സെൻസെക്സിന് ഇപ്പോൾ അല്ലാതെ ഈ നിഫ്റ്റി ഇപ്പോൾ 24,228 നിൽക്കുന്നത്. അപ്പോൾ 24,028 നിൽക്കുന്നത് 24,000 മുകളിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. പ്രതീക്ഷ മങ്ങിയിട്ടില്ല എന്നാണ് മുന്നോട്ടുള്ള യാത്രയുടെ. പക്ഷേ യുദ്ധം അതിൻ്റെ മുകളിൽ ഒരു കരിനിഴലായി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,300-ലും 500-ലും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 23,500-ലെ സപ്പോർട്ടാണ് ആദ്യം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഉയർന്നു പോവുകയാണെങ്കിൽ 24,300 കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. എനിവേ, എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് ശ്രദ്ധയോടെ തന്നെ തുടരാം. ശ്രദ്ധ എപ്പോഴും നല്ലതാണ്. കോഷ്യസ് ആയിരിക്കുക. മാർക്കറ്റ് ചാഞ്ചാട്ടങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക. നല്ല രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങളാകുമ്പോൾ ഒരു ആക്രമണമൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ പിടിച്ചു ഉലച്ച് താഴോട്ട് കൊണ്ടുപോയി കളയുമെന്നൊന്നും പ്രതീക്ഷിക്കാനാവില്ല. വളരെ താൽക്കാലികമായ ചാഞ്ചാട്ടങ്ങളായി മാത്രമേ കരുതാനാവുകയുള്ളൂ. ഞാൻ ഇവിടെ ഇനി ഒരു 2 ഷെയറുകളെ നിങ്ങളുടെ മുന്നിൽ ഉൾപ്പെടുത്താൻ. 2 മൈക്രോ ക്യാപ്പ് ഷെയറുകളാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ മാർച്ചിലെ ക്വാർട്ടറിലേക്ക് വന്നപ്പോഴേക്കും അതിനകത്ത് FIs കുറച്ച് ബൈ ചെയ്തിരിക്കുന്നു. FIസിൻ്റെ ഒട്ടും തന്നെ പ്രസൻസ് ഇല്ലാതിരുന്ന 2 സ്റ്റോക്കുകളാണ്. അതിൽ അവർ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ എന്തെങ്കിലും അതിനൊരു പ്രതീക്ഷ കണ്ടിട്ടായിരിക്കും അങ്ങനെ വാങ്ങിയതെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ അനുമാനം. അതായത് FIs സാധാരണഗതിയിൽ നമ്മളെക്കാളുമൊക്കെ റിസർച്ച് നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടായിരിക്കും അവർ വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. ഇതൊരു നിക്ഷേപത്തിനുള്ള റെക്കമെൻഡേഷനൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു അല്പം കാലം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയതാണെങ്കിൽ മാത്രം നിക്ഷേപിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടോ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിൽ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. മൈക്രോ ക്യാപ്പാണ്. ഇത് വളരെ റിസ്ക് കൂടിയ സംവിധാനമാണ് മൈക്രോ ക്യാപ്പുകളൊക്കെ. അവർ ഏത് സമയത്ത് ആ കമ്പനി പൊളിഞ്ഞു പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ മാർക്കറ്റിനെ കുറിച്ചുള്ള ധാരണ എങ്ങനെയാണെന്ന് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. അല്ലെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ റിസ്ക് എങ്ങനെ കവർ ചെയ്യാമെന്നുള്ളത് ഉണ്ടാകും. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് ചാടിക്കയറി ആരും ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്ന് ചെലുത്തുക. ശ്രദ്ധ ചെലുത്തി അതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. അതിന് ശേഷം മാത്രം എന്തോ തീരുമാനങ്ങൾ എടുക്കുക. അതിലൊന്നാണ് മോക്ഷ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. മോക്ഷ് ഓർണമെൻറ്റ്സ് ഇപ്പോൾ 14.3 രൂപയിലാണ് നിൽക്കുന്നത്. 14.30 നിൽക്കുന്നു. അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 23 52 വീക്ക് ഹൈ. 11.8 ലോ കാണിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 120 കോടിയേ ഉള്ളൂ. 120 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതാണ്. ബാക്കിയുള്ള ഇതെല്ലാം ഒരു രീതിയിൽ പറഞ്ഞാൽ മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അതിൻ്റെ ഡിവിഡൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. PE 14 നിൽക്കുന്നു. ബുക്ക് വാല്യൂ 7.39 ഉണ്ട്. അത് ROE 11.6. അതിൻ്റെ ഫേസ് വാല്യൂ 2 രൂപയുള്ള ഷെയറാണ്.
ഇതിനകത്ത് ഷെയർ ഹോൾഡിംഗ് നോക്കുക, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വന്നത് മാത്രം. ഇതിനകത്തിന് ഇപ്പോൾ പ്രൊമോട്ടേഴ്സിന് വളരെ കുറച്ച് 36.87% ഷെയറേ ഉള്ളൂ ഹോൾഡ് ചെയ്യുന്നുള്ളൂ പ്രൊമോട്ടേഴ്സ്. അതേസമയം FIS മാർച്ചിൽ 6.82% വാങ്ങിയിട്ടുണ്ട്. 6.82% ഷെയറുകൾ FIS വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അല്ലയോ ഒന്നും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ക്യാഷാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ 56.31% ഷെയർ അതിനുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിലാണുള്ളത് കൂടുതൽ. അപ്പോൾ അവർ മാനേജ്മെൻറ്റ് എങ്ങനെ പ്രതിനിധീകരിക്കുന്നതാണെന്നൊക്കെ ഉള്ളതാണ് വേറൊരു പ്രശ്നമുള്ളത്. അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ അതിനെ ഒന്ന് പരിശോധിക്കുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് ഈ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ, ഈ ഷെയറിൻ്റെ കാര്യങ്ങളെല്ലാം ലഭിക്കും എല്ലാവർക്കും. പിന്നെ അല്ലെങ്കിൽ moneycontrol.com അങ്ങനെ ഏതിൽ വേണം നോക്കി നിങ്ങൾക്ക് ഇതിനെ ഉറപ്പുവരുത്തുക. എന്നതിന് ശേഷം മാത്രം ഇതിലൊക്കെ തീരുമാനം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ മൈക്രോ ക്യാപ് കമ്പനികളാണ്. ഏത് നിമിഷവും അതിനെന്ത് സംഭവിക്കാം, ഏത് ട്രേഡിങ്ങിലും സംഭവിക്കാം. അതുപോലെയാണ് റീടെക് ഇൻ്റർനാഷണൽ കാർഗോ ആൻഡ് കൊറിയറാണ്. റീടെക് ഇൻ്റർനാഷണൽ ഈ മോക്ഷ ഓർണമെൻറ്റ്സിൻ്റെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ബിസിനസ് എന്ന് പറയുന്നത് അത് ഓർണമെൻറ്റ്സ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അത് അവർ ഹോൾസെയിലായിട്ടും മറ്റു ജുവല്ലറികൾക്ക് മേക്ക് ചെയ്ത് സപ്ലൈ ചെയ്യുകയാണ്. അവർ ബ്രാൻഡ് റെഡിയാക്കി കൊടുക്കുന്നു ഓരോരുത്തർക്കും. VN ഗാഡ്ഗിൽ ജുവല്ലേഴ്സൊക്കെ ഈ അടുത്തിടെ ലിസ്റ്റ് ചെയ്തതൊക്കെ അതൊക്കെ ചെയ്യുന്നത് മോക്ഷ ഓർണമെൻറ്റ്സാണ്. ഇത്തരം ഹോൾസെയിലായിട്ട് ബ്രാൻഡിന് അനുസരിച്ച് ഏത് ബ്രാൻഡാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ അതിനുള്ള റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ ബിസിനസ് കൂടണമെങ്കിൽ അതുപോലെ മറ്റ് റീറ്റെയിലേഴ്സിൻ്റെ ബിസിനസ് ഗംഭീരമായി കൂടിയാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും കൂടുകയൊക്കെ ഉള്ളൂ. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, റീടെക് ഇൻ്റർനാഷണൽ കാർഗോ ആൻഡ് കൊറിയർ ആണെങ്കിൽ അത് കൊറിയർ കാർഗോ ഒക്കെ ആണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതിനകത്ത് ഇപ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കാര്യം ഈ ക്വാർട്ടറിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അതിലേക്ക് FISൻ്റെ ശ്രദ്ധയിൽ ചെന്നിരിക്കുന്നു. അത് 4.63% ഷെയർ FIS വാങ്ങിയിട്ടുണ്ട് ഈ മാർച്ചിൽ. അത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ നടക്കുന്ന ഒരു ഷെയറാണ്. അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 32.6 32 രൂപ 60 പൈസയ്ക്കാണ് ഇത് ലാസ്റ്റ് ട്രേഡിങ് നടന്നിരിക്കുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്ന 60.5 60.50 പൈസ 21.2 പൈസ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഷെയറാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാലാണ് നിസ്സാരമുള്ളൂ. 13.8 കോടി രൂപയാണ് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ട്രേഡ് ചെയ്യാനൊന്നും പറ്റിയ ഷെയർ ആയിരിക്കില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇതിനകത്ത് ലിക്വിഡിറ്റിയൊക്കെ നിങ്ങൾക്കറിയാലോ. മൈക്രോ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രം ഉണ്ടെന്നും അതെങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് 2-3 ദിവസം ശ്രദ്ധിച്ചാൽ പോലും മനസ്സിലാവും. അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി, ട്രേഡഡ് ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും. നിങ്ങളിപ്പോൾ കുറേ ഷെയറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് അതേപോലെ വിറ്റെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ റിസ്ക് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ചെറിയ സംഭവ വികാസം ആ ഷെയറുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ഷെയറുകളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ PE 8.32 ആണ്. ഈ ഫേസ് വാല്യൂ 10 രൂപയാണ്. ROE എന്ന് പറയുന്നത് 7.02% ആണ്. ബുക്ക് വാല്യൂ 39.6 ഉണ്ട്. അതാണ് റീടെക് ഇൻ്റർനാഷണൽ കാർഗോ ആൻഡ് കൊറിയർ ലിമിറ്റഡ്. അപ്പോൾ ഈ 2 ഷെയറുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണെങ്കിൽ പ്രൊമോട്ടേഴ്സിന് 73.62 ഉണ്ട്. കുഴപ്പമില്ലാതെ പ്രൊമോട്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. FIS ആണ് ഇപ്പോൾ 4.63% ഷെയർ അത് മാർച്ചിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പബ്ലിക്കിൻ്റെ കയ്യിൽ 21.75% ഷെയർ ഉണ്ട്.
അതാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഓക്കെ, റീടെക്, ഇൻ്റർനാഷണൽ കാർഗോ, അതിൻ്റെയൊക്കെ ലിക്വിഡിറ്റിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുക. നിങ്ങൾ നിക്ഷേപിക്കുന്ന ആളുകൾ ഇതിൻ്റെ റിസ്ക് കൃത്യമായി മനസ്സിലാക്കി തന്നെ ചെയ്യുക. നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ആലോചിക്കുക. ഈ ഷെയറുകളുടെ അവസ്ഥ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യുക. ഏത് ഷെയർ ആണെങ്കിലും ആരുടെ റെക്കമെൻഡേഷൻ ആണെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്ത് എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും വേറൊരാളുകളുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് നടത്തുക. നിസ്സാര സമയം കൊണ്ട് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോഴൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ഒരുപാട് വിഷമം ഉണ്ടാവും. ആ കമ്പനിയുടെ അഭിപ്രായം തന്നെ തേടേണ്ട ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കർമാരുടെ അഭിപ്രായം തന്നെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ പരീക്ഷിക്കുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക. ഓക്കെ, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീണ്ടും കാണാം.